അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസിൻ്റെ ഈ ഒരു ഭാഗം വരുന്ന കോളംസ് നമുക്കൊന്ന് ക്രോസായിട്ട് ലൈൻസ് വരയ്ക്കാനുണ്ട്. അത് നമുക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു കണ്ണാടി തൊട്ട് ആ ഒരു ലിപ്പ് വരുന്ന ഭാഗം വരെ നമ്മൾ നോക്കുന്നുണ്ട്. അതായത് ആ കോളംസാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പം ആ കണ്ണാടി വരുന്ന ഏത് ഭാഗത്തിലാണ് അല്ലെങ്കിൽ ഏത് കോളത്തിലാണ് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ എണ്ണി എടുക്കുക. എണ്ണി എടുത്തിട്ട് നമ്മൾ ആദ്യം ലൈൻസിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. എന്നിട്ട് ആ കണ്ണാടി തൊട്ട് ആ താഴെ ആ ലിപ്പ് വരുന്ന ഭാഗം വരെ നമ്മൾ എത്ര കോളംസ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതൊന്നും നോട്ട് ചെയ്യുക. നിങ്ങൾ നോട്ട് ചെയ്യുന്ന ആ കോളംസ് മാറിപ്പോവാണ്ട് കറക്റ്റായിട്ട് തന്നെ ആ ഒരു കോളം തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം നമുക്ക് ഇല്ലെങ്കിൽ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫുള്ളായിട്ട് മാറിപ്പോവും. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് മായ്ച്ചിട്ട് വീണ്ടും നമുക്ക് വരയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് എണ്ണി എടുത്തിട്ട് ആ ഒരു കോളംസ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. നമ്മളിങ്ങനെ 4 സൈഡിലും ആ ഒരു അതായത് നമുക്ക് വരയ്ക്കേണ്ട അത്ര ഭാഗത്തെ ക്രോസ് ലൈൻസ് വരയ്ക്കേണ്ട അത്ര ഭാഗത്ത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് സ്കെയിൽ എടുത്തിട്ട് അതൊന്ന് വരയ്ക്കാം. അപ്പം ഈ രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റും വരയ്ക്കുക. ക്രോസായിട്ട് വരച്ചാൽ മതി. പ്രത്യേകിച്ച് അറിയാവുന്നില്ല, നിങ്ങൾ വരയ്ക്കുമ്പം അതായത് സ്കെയിൽ വെക്കുന്ന സമയത്ത് ആ കോണോട് കോൺ ചേർത്ത് തന്നെ വെക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ വരയ്ക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം കുറച്ച് നല്ല രീതിയിൽ ഔട്ട്ലൈൻ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ രീതിയിൽ ഔട്ട്ലൈൻസ് വരച്ചാൽ മതി. ഇത് നമ്മൾ സാധാരണ വരച്ച് വെച്ചേക്കുന്ന പോലെ തന്നെ വരച്ചിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ഞാൻ നിർബന്ധം പറയുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഔട്ട്ലൈൻ ചെയ്യണമല്ലോ. അതുകൊണ്ട് മാക്സിമം വൃത്തിയായിട്ട് വരയ്ക്കാൻ വേണ്ടിയൊക്കെയാണ് ഞാനിപ്പം ഈ രീതിയിൽ വരച്ചേക്കുന്നത്. നമ്മൾ ഫേസിൽ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഇത്രയും ഭാഗം മാത്രം, കണ്ണാടി തൊട്ട് ആ ഒരു ലിപ്പ് വരുന്ന ഭാഗം മാത്രം നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ വരയ്ക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് തെളിച്ച് വരയ്ക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ഈ ലൈൻസ് എല്ലാം മായ്ക്കേണ്ടതാണ്. അപ്പം അതറിഞ്ഞ് തന്നെ നിങ്ങൾ വരയ്ക്കുക. ഇപ്പം ഞാൻ ഇച്ചിരി തെളിച്ച് വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ആ ഫോട്ടോയിൽ നോക്കിയിട്ട് വരച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ ആ മൂക്കിൻ്റെ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് വരച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ പോലും ആ ഒരു കോളംസ് മാറിപ്പോകാണ്ട് തന്നെ ആ ഒരു ഭാഗം ഏതാണോ അത് മനസ്സിലാക്കി വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മൂക്കിൻ്റെ ആ ഒരു ഭാഗം വരച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഓരോ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വന്നിട്ട് നിങ്ങൾക്ക് എന്നോട് മെസ്സേജ് ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഔട്ട്ലൈൻ ചെയ്യുമ്പം നല്ല സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും പറയുന്ന കാര്യം തന്നെയാണ്. മാക്സിമം നല്ല സമയം എടുത്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഓരോ പോയിൻറ്റും അത് മായ്ച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ വരച്ച് പോകാൻ ശ്രമിക്കുക. ഈ ഒരു ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിജയുടെ ഡ്രോയിങ് കണ്ടിന്യൂ ചെയ്യാണ്ട് ഈ ഒരു ഡ്രോയിങ് ഔട്ട്ലൈൻ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെയും അതായത് വിജയുടെ ഡ്രോയിങ്ങും ഈ ഒരു ഡ്രോയിങ് നമ്മൾ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് അടുത്ത പാർട്ടുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കില്ല. നമുക്ക് വരച്ചാൽ മാത്രം അത് എഡിറ്റ് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊക്കെ വേണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എല്ലാ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ മാക്സിമം നോക്കാം. ഇനി പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇടവിട്ട ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇട്ട് പോകുന്നത് തന്നെ വീഡിയോ ഇട്ട് പോകാം. അപ്പം നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം ഓരോ ഡ്രോയിങ്ങും. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ട്യൂട്ടോറിയലായിട്ട് തന്നെയാണ് ഇടുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെയാണ് ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല്. ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റുകൾ വേറെയും വരുന്നുണ്ട് ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് ചെയ്യാം, ഓരോ ദിവസമായിട്ട് ചെയ്യാം. അപ്പം നേരത്തെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി വന്നിട്ട് ഓരോരുത്തർ മെസ്സേജ് അയക്കാറുണ്ട്. ഷെയ്ഡിങ്ങിനെ കുറിച്ച് പറഞ്ഞുതരാം അല്ലെങ്കിൽ ഹെയർ ഡ്രോയിങ്ങിനെ കുറിച്ച് പറഞ്ഞുതരാമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോക്കകത്തും ഇപ്പോൾ എല്ലാ ഡ്രോ ചെയ്താലും നമ്മൾ ഒരു പാർട്ട് അല്ലെങ്കിൽ
ഷെയ്ഡിങ്ങിന് വേണ്ടി ഒരു പാർട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഹെയർ വരയ്ക്കാൻ വേണ്ടി നമ്മളൊരു പാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇനിയുള്ള വീഡിയോസിലാണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നെ പോകുന്നുണ്ട്. അപ്പം അത് കണ്ട് ഏതൊരു വീഡിയോ കണ്ട് ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം ഡ്രോയിങ് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ പ്രത്യേകം അതിന് വേണ്ടി ക്ലാസ്സായിട്ട് എടുക്കുന്നില്ല. നമ്മളൊരു ഡ്രോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പാർട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾ കേട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി മനസ്സിലാക്കി നിങ്ങളൊന്ന് ചെയ്താൽ മാത്രം മതി. പിന്നെ കുറേ പേരൊക്കെ ഇപ്പോൾ ഡ്രോയിങ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഡ്രോയിങ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം അത് മറ്റുള്ളവർക്ക് യൂസ് ആവുന്നു എന്നറിയുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും സന്തോഷം തോന്നുന്നത്. കാരണം നമ്മൾ വെറുതെ വീഡിയോ ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് യൂസ് ആകുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവർ നേരിട്ട് വന്ന് പറയുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്ന വീഡിയോ അവർക്ക് മനസ്സിലായി എന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയെന്നും യൂസായി എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം കൂടുതലായിട്ടും തോന്നാറ്. പിന്നെ ഡ്രോയിങ് പഠിക്കാനുള്ളൊരു താല്പര്യത്തോടെ ഈ ഒരു ചാനലായിട്ട് വന്ന ആരും നിരാശരായി പോകേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഡ്രോയിങ് പഠിക്കാൻ പറ്റുന്നതായിരിക്കും, ഞാൻ ഉറപ്പ് പറയാം. കാരണം നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടാവണം. ഡ്രോയിങ് പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ പറ്റും. പിന്നെ പറ്റുമെങ്കിൽ ഡെയിലി ഒരു കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സമയം കൂടെ ഉണ്ടാവണം നിങ്ങൾക്ക്, എങ്കിൽ കാര്യമുള്ളൂ. കാരണം നിങ്ങൾ വെറുതെ വീഡിയോസ് കണ്ടു പോയിട്ട് കാര്യമില്ല. ഡ്രോയിങ് നമ്മൾ വരച്ച് തന്നെ പഠിച്ചാൽ അത് നമുക്ക് ഇമ്പ്രൂവ് ആയി വരത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുക. ഇപ്പം നിങ്ങൾക്കൊരു ഡ്രോയിങ് ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ ഒന്നും ഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് താല്പര്യം വേണമെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു കാര്യത്തോട് കൂടുതലായിട്ട് അടുക്കാനും ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുത്ത് പഠിക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു മനസ്സുണ്ടാവണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. പിന്നെ നല്ല ക്ഷമയും വേണം. കാരണം ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ക്ഷമ ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സമയം എടുത്ത് ചെയ്യണമെന്ന്. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല സമയം എടുത്ത് ചെയ്യണം. ഷെയ്ഡിങ് ആയിക്കോട്ടെ, ഹെയർ വരയ്ക്കുന്ന കാര്യം ആയിക്കോട്ടെ, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ നല്ല സമയം എടുത്ത് തന്നെ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ക്ഷമ വേണം. പിന്നെ നിങ്ങൾ ഒരുപാട് മടുത്തിരുന്ന് ഡ്രോ ചെയ്യല്. ഒരു ദിവസം കുറച്ച് സമയം നിങ്ങൾ വരച്ചിട്ട് റിലാക്സ് ചെയ്യുക. ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു മടുപ്പ് തോന്നും. അങ്ങനെ മടുത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ ഡ്രോയിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് തോന്നത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു ഡ്രോയിങ് ടിപ്സായിട്ട് കണ്ടിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ക്രോസായിട്ട് ലൈൻസ് വരച്ചാൽ അത്രയും ഭാഗം നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധാരണ പോലെ തന്നെ ഫോട്ടോ കണ്ടിട്ട് അതുപോലെ വരച്ച് പോയാൽ മതി. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുള്ള ആ ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ ആദ്യം ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് നമുക്ക് വേഗം ഒന്ന് വരച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആറായിട്ടുണ്ട്. നമുക്ക് കഴുത്തിൽ കിടക്കുന്ന ആ ഒരു മാലയും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നേരത്തെ എന്തെങ്കിലും സംശയം വേണ്ടി ചോദിച്ച് പോവുക. കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം വലിയ താമസിക്കാൻ നമുക്ക് ഓരോ പാർട്ടും ചെയ്യാം. വിജയുടെ ഡ്രോയിങ് ചെയ്യാൻ കിടപ്പുണ്ട്, അതുപോലെ ഇതും കിടപ്പുണ്ട്. അപ്പം ഓരോ ദിവസമായിട്ട് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ.